ജന്മദിനാഘോഷങ്ങൾ അങ്ങനെ ഒന്ന് വേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അതുണ്ട്. ഒരു വർഷത്തിൽ 52 തിങ്കളാഴ്ചകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വർഷത്തിൽ 52 മൗലിദുൻ നബി മുസ്ലിം ലോകം ആഘോഷിക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് എടുക്കുന്നതിൻ്റെ പിറകിലെ ഒരു കാരണം വിലാദത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള സന്തോഷ പ്രകടനം ഇതുള്ളതാണ്. ഇതിന് പുറമെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആവശ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ സഹായത്തിന് കൂട്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടെ മൗലിദ് ഓതിക്കൊണ്ടേയിരിക്കൽ. അത് മങ്കൂസായിരുന്നാലും ശരി, ശറഫലനാമായിരുന്നാലും ശരി. അതിന് പിന്നെ തിങ്കളാഴ്ചയുടെ കണക്കൊന്നുമില്ല. എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ തന്നെ ഖുർആനിലെ സൂറത്തുൽ മാഇദ ആവശ്യപ്പെട്ട ഒരു പ്രഖ്യാപനം വഖൂലു ഉൻദുർന ഖുർആൻ്റെ പറച്ചിലാണ്. നിങ്ങൾ പറയണം ഉൻദുർന, തങ്ങൾ പാപ്പ ഞങ്ങളെ വേണ്ടതുപോലെ കെയർ ചെയ്യണമേ. ആവശ്യം വരുമ്പോഴൊക്കെയും ഉൻദുർന, ഈ ഉൻദുർന എന്ന് നിങ്ങൾ പറയൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മങ്കൂസ് മൗലിദ് ഓതുക, കുടിയിരിക്കലിന് മുമ്പ് ഒരു മങ്കൂസ് മൗലിദ്, മറ്റെന്തെങ്കിലും യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഒരു മൗലിദ്, നാളെ വിത്തിറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു മൗലിദ്. അതൊക്കെ ഈ ഉൻദുർന എന്നതിൻ്റെ പ്രാക്ടിക്കൽ രൂപമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്ത് എന്ന് പറയുന്നത് നാം ആഴ്ച തോറും എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ആവശ്യം വരുമ്പോഴൊക്കെയും എന്ന രൂപത്തിൽ, വാർഷിക രൂപത്തിൽ, മന്ത്ലി രൂപത്തിൽ അത് വേണ്ടതു തന്നെയാണ്. ശരീരത്തിൻ്റെ മത്ലൂബാണ് ഉൻദുർന എന്നതിൻ്റെ പ്രായോഗിക തലമാണ്. അതേ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ, ആ മക്കൾ പിറന്നതിൻ്റെ പേരിലുള്ള ആഘോഷം എന്നു പറയുന്നത് പ്രസവിക്കപ്പെട്ടതിൻ്റെ 7-ാം ദിവസം ഒരൊറ്റ തവണ അഖീഖത്ത് അറവ് എന്നതാണ്. അതിൻ്റെ ആവർത്തനമോ മിഠായിലൂടെയുള്ള ആവർത്തനമോ അത് മതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. എന്താണോ മതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പൊട്ടിമുളക്കുന്നത് അതിലേക്ക് ഈയാമ്പാറ്റകളെപ്പോലെ പാഞ്ഞെടുക്കാനാണ് മനുഷ്യന് താല്പര്യം. പാറ്റകൾക്ക് അങ്ങനെയാണല്ലോ, കത്തുന്ന വിളക്കിലേക്ക് പാഞ്ഞെടുക്കാനാണ്. അത് താൻ എരിഞ്ഞു പോകുന്ന വിഷയമാണ് എന്നുള്ളത് പാറ്റ ചിന്തിക്കുന്നില്ല. ഇതുപോലെ പുതിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാമ്പെടുക്കുമ്പോൾ അവിടേക്ക് പാഞ്ഞെടുക്കാനാണ് മതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവർക്ക് തന്നെ താല്പര്യം. അപ്പോൾ അഖീഖ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് സന്തോഷപ്രകടനത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫങ്ഷൻ അത് നടത്തുന്നു എന്ന് മാത്രമല്ല, അതിനെ പൊങ്ങച്ചത്തിന് വേണ്ടി, ആഡംബര പ്രകടനത്തിന് വേണ്ടി യൂസ് ചെയ്യുക കൂടി ചെയ്യുന്നു. അതാണ് ജന്മദിനാഘോഷങ്ങൾ.